ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഫിഷ് ഫ്രൈയുടെ ഒക്കെ ലുക്ക് വരുന്ന വഴുതനങ്ങ ഫ്രൈ ആണ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫിഷ് ഫ്രൈ ഇരിക്കുന്ന ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇത്തിരി വലിപ്പമുള്ള ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ആ വഴുതനങ്ങയുടെ ആ തണ്ടും അതുപോലെ രണ്ട് അറ്റവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്ക് റൗണ്ടായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി തിന്നായിട്ടും ഒത്തിരി കട്ടിയിലും നമ്മൾ വഴുതനങ്ങ മുറിക്കാനായിട്ട് പാടില്ല. കാരണം ഒത്തിരി കട്ടി കൂടിക്കഴിഞ്ഞാൽ മസാല അതിനുള്ളിലോട്ട് ശരിക്കും പിടിക്കില്ല. അതുപോലെ ഒത്തിരി തിന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രൈ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കത് എളുപ്പത്തിന് തിരിച്ചിടാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മീഡിയം കട്ടിക്ക് നമ്മളത് മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ഒരു ലുക്ക് വരുന്നതിന് വേണ്ടി മാത്രം ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നമ്മൾ പൈപ്പിംഗ് ബാഗിലൊക്കെ ഇടുന്ന നോസിലിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടാണ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, 4 പച്ചമുളക്, 5 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ആ വെളിച്ചെണ്ണ ആ മസാലയുമായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആ മസാല നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്, അത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാലയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ പീസ് ഓരോന്നും എടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് മസാല ആ വഴുതനങ്ങയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു വഴുതനങ്ങയുടെ പീസ് നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം, ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ആവണം. ഇനി ഇതേപോലെ ബാക്കിയെല്ലാം ഞാനിവിടെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞു പീസുകളും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ ഒരു 10-15 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയുടെ ഓരോ പീസും വെച്ച് കൊടുക്കാം. അപ്പോൾ ഒത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഒത്തിരി ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒഴിച്ച എണ്ണ ഒരല്പം കൂടുതലായിരുന്നു, അപ്പോൾ ഇത്രയും വേണ്ട, ഇതിനും കുറച്ച് കുറവ് മതി എണ്ണ കേട്ടോ. അങ്ങനെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് എത്രത്തോളം അത് ഫ്രൈ ആവണം, ചിലർക്ക് ഒത്തിരി ഫ്രൈ ആയിട്ടാവും ഇഷ്ടമാവുക, ചിലർക്ക് അത്ര അധികം ഫ്രൈ ആവുന്നത് ഇഷ്ടമാവില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ലുക്കുള്ള വഴുതനങ്ങ ഇതാ ഇവിടെ ഫ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നീയോ നീ ഫിഷ് ഫ്രൈ വേണോ? വേണം. ഇപ്പം തരാട്ടാ. എങ്ങനെയുണ്ട് ഫിഷ്? സൂപ്പർ ഫിഷ്. ടേസ്റ്റ് ഉണ്ടോ? നല്ല ഇഷ്ടമായോ? ഈ ഫിഷിന് മുള്ളില്ലേ, ഇത് നല്ല രസമുണ്ടല്ലോ കഴിക്കാൻ. ഇത് മുള്ളില്ലാത്ത വെജിറ്റബിൾ ഫിഷാണ്. ഇഷ്ടമായോ? നമുക്ക് ഫിഷ് ഫ്രൈ വേണോ? തരട്ടെ? എങ്ങനെയുണ്ട്? നിയോന് ഇഷ്ടമായി, പക്ഷെ ടിയയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. ടിയ അത് തുപ്പിക്കളയുക ചെയ്തത്. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കാണാനായാലും കഴിക്കാനായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്